നമുക്കൊരു തൂവൽ ഉണ്ടാക്കിയെടുത്താലോ? അതിനായിട്ട് ചെറിയൊരു പേപ്പറിൻ്റെ കഷ്ണം ഇതേപോലെ ഒന്ന് വെട്ടുക. ഞാൻ അളവൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഏകദേശം 3 സെൻറ്റിമീറ്ററും ഒരു 10 സെൻറ്റിമീറ്ററും ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അളവെടുത്തില്ല. എന്നിട്ട് നമുക്ക് തൂവലിൻ്റെ ഷേപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളറാണെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ പിങ്ക് എടുത്തെന്നുള്ളൂ. ഒന്നുകൂടി ലൈറ്റ് ആയിരുന്നെങ്കിൽ ഒന്നും കൂടി ഭംഗിയുണ്ടാവും. എൻ്റെ അടുത്ത് ലൈറ്റ് പേപ്പർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ റോസാണ് എടുത്തത്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ തൂവലിൻ്റെ ഒരു അങ്ങനെ വിടർത്തുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അറ്റത്ത് പോയി കട്ട് ചെയ്യരുത്. നല്ലപോലെ തിന്നായിട്ട് കട്ട് ചെയ്യുക കേട്ടോ, എന്നാലേ അതിൻ്റെ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതേപോലെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൂവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ, ഈസിയാണ്. അപ്പോൾ ഇനി ഞാൻ 2 ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 or 3 ഒക്കെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്രെയിമാണ്. പിന്നെ അടുത്തൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. ഫ്രെയിമൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് വിചാരിക്കണോ? നമുക്കറിയാമല്ലോ, 1 സെൻറ്റിമീറ്റർ എടുത്തിട്ട്. പിന്നെ ഞാൻ എപ്പോഴും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് അത് ഒട്ടിച്ച് കൊടുക്കാം. നല്ല അങ്ങനെ വിടർത്തി കൊടുക്കാം കേട്ടോ. നമ്മളൊരു തൂവൽ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, അതേപോലെ ഒന്ന് ഇതാക്കി കൊടുക്കാം. അടുത്തതും കൂടി ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഈ 2 കളറാണ് എടുത്തത്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ക്വയറ്റ്സോ അല്ലെങ്കിൽ തോട്ട്സോ എന്തെങ്കിലും എഴുതി കൊടുക്കാം. ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗുഡ് ലക്ക് ഫോർ യു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഗിഫ്റ്റ് ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട്, ഗിഫ്റ്റ് ആണെങ്കിൽ ഇങ്ങനത്തെ പേപ്പറിൻ്റെ ഇത് എടുക്കണേക്കാട്ട് നല്ലത് സാധാ ഫ്രെയിം ഉണ്ടാവുമല്ലോ, അതിൽ ഒട്ടിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ റെഡി ആയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. താങ്ക് യു.